കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ സ്റ്റേഡിയം നിർമ്മാണം തുടങ്ങിയെടുത്ത് തന്നെ ജനുവരിയിൽ പ്രവൃത്തി ആരംഭിച്ച് ഫെബ്രുവരിയിൽ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി മാസങ്ങൾ പിന്നിട്ടിട്ടും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു മാസം കൂടി കഴിഞ്ഞ് മഴക്കാലമായാൽ പിന്നെ നിർമ്മാണ പ്രവൃത്തി എങ്ങനെ നടക്കുമെന്നതും കണ്ടറിയണം. വണ്ടൂരിൽ ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം എന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ്. ഈ സ്വപ്നത്തിന് ചിറകുമുളയ്ക്കുന്ന രീതിയിൽ കഴിഞ്ഞ വർഷം സംസ്ഥാന കായിക വകുപ്പ് 2 കോടി രൂപ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിനായി അനുവദിച്ചു. മൈതാനത്തിന്റെ കിഴക്കുവശത്ത് ഗ്യാലറി നിർമ്മാണം, മൈതാനം നിരപ്പാക്കൽ, സംരക്ഷണ വേലി എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്പോർട്സ് ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. ഗ്യാലറി നിർമ്മാണത്തിനുള്ള കോൺക്രീറ്റ് ഫില്ലറുകൾ സ്ഥാപിക്കുവാനായി മൈതാനത്തിന്റെ കിഴക്കുഭാഗത്ത് വലിയ കുഴികൾ എടുക്കുകയും കോൺക്രീറ്റ് കമ്പികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഫെബ്രുവരി 15-ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ എത്തി പദ്ധതിയുടെ ശിലാസ്ഥാപനവും നിർവഹിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് VMC ഗ്രൗണ്ട് ലവേഴ്സ് കൂട്ടായ്മ ഭാരവാഹിയായ EP മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. ജനുവരിയിലാണ് ഇതിന്റെ ഉദ്ഘാടനം. അതായത് ഇത് പണി തുടങ്ങിയ ജനുവരിയിലാണ്. മന്ത്രിയുടെ സൗകര്യാർത്ഥം ഇത് ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ അവസ്ഥ നോക്കി. ഇതിന്റെ വാർപ്പിനില്ല ഈ കമ്പി വരെ പൂയി ഉടിച്ചു പോകുന്ന ഒരവസ്ഥയിലപ്പോൾ ഉള്ളത്. ഇപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 5-6 മഴ ഇവിടെ വന്ന് ഇത് വെള്ളം കെട്ടി നിന്ന് ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഇതിന്റെ അധികാരികളോട് സംസാരിച്ചു. അതുപോലെ തന്നെ കോൺട്രാക്ടർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. 2 കോടി ഇങ്ങനെ ഈ ഗ്രൗണ്ടിന്റെ ഈ ഇവിടെ ഇട്ട് ഒരു കുഴി കുത്തിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ, അതായത് മഴക്കാലം, ഇപ്പൊ നമുക്കറിയാം, ഇതിപ്പോ ഏപ്രിൽ 22 ഒരു മാസം കഴിഞ്ഞാൽ മഴ തുടങ്ങി. ഈ മഴ തുടങ്ങിയാൽ പിന്നെ അത് എന്ത് പണി അവിടെ നടക്കുക? അപ്പൊ ഇത്തരം ഫണ്ടുകൾ ഇങ്ങനെ കുഴിച്ചു മൂടിയിടുന്ന ഒരു സ്വഭാവം, ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന് ഉപകാരമില്ലാത്ത രീതിയിൽ ഇത്തരം ഫണ്ടുകൾ ഇങ്ങനെ കുഴിച്ചിട്ട് നടക്കുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. പെട്ടെന്ന് മഴക്കാലത്തിന്റെ മുമ്പ് തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കി ഇത് ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഫണ്ടൊക്കെ അനുവദിച്ച് കോൺട്രാക്ടർക്ക് എല്ലാ സംഗതികളും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിപ്പോ VMC, നമുക്കറിയാം, VMC സ്കൂളിന്റെ ഭാഗമായിട്ട് വരുന്ന ഗ്രൗണ്ടാണ്. നിങ്ങളിപ്പോ ഈ ഗ്രൗണ്ടിന്റെ അവസ്ഥ നോക്കി. 10-70 വർഷമായി ഈ ഗ്രൗണ്ട് ഒരു സാമാന്യ, അതായത് ഒരു ഗ്രൗണ്ടിനോട് കാണിക്കുന്ന ഒരു ചെറിയ നീതി ഉണ്ട്. അതായത് ഗ്രൗണ്ട് ലെവൽ ചെയ്തൊരു ഡ്രെയിനേജ് കീറുക, അതുപോലും ചെയ്യാതെ ഈ പറഞ്ഞ ഗ്രൗണ്ടിനെ ഇങ്ങനെ അവഗണിച്ച ഒരു മലപ്പുറം ജില്ലയിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ പണി തീർക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോടും കരാറുകാരനോടും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നടത്തി ലക്ഷക്കണക്കിന് രൂപ സ്കൂളിനും നാടിനും സംഭാവന ചെയ്ത ഈ മൈതാനത്തോട് സാമാന്യ നീതി പോലും ജനപ്രതിനിധികളോ സ്കൂൾ PTA പുലർത്തുന്നില്ലെന്നും ഇവർ പറഞ്ഞു. വണ്ടൂർ MLAയോട് പല പ്രാവശ്യം മൈതാനത്തിന്റെ ശോച്യാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടും MLA അവഗണിച്ചു. 23 വർഷത്തിലധികം MLA 8 വർഷം മന്ത്രിയായിരുന്നിട്ടും AP അനിൽകുമാർ MLA മൈതാനത്തിന്റെ വികസനത്തിന് ഒരു സഹായവും നൽകിയില്ല. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്കൂൾ മൈതാനത്തെ ജില്ലാ പഞ്ചായത്തും ഡിവിഷൻ അംഗം KT അജ്മലും അവഗണിച്ചെന്നും ഇനിയെങ്കിലും അനാസ്ഥ അവസാനിപ്പിച്ച VMC സ്കൂൾ മൈതാനത്തിന്റെ വികസനത്തിനായി പരിശ്രമിക്കണമെന്നും സർക്കാർ അനുവദിച്ച ഫണ്ട് പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്നും VMC ഗ്രൗണ്ട് ലവേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായ EP മുഹമ്മദ് കുഞ്ഞി, NMR മുജീബ്, ആഫീസ്, T ആഷിഖ്, A റഷീദ, അനീസ്, ബിനു, ഷമീർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.